ഇവിടെ 2 ബീക്കറുകളിൽ ഈക്വൽ എമൗണ്ട് വെള്ളം നിറച്ചു വച്ചിരിക്കുന്നു. അവയെ ഒരു പൈപ്പ് ഉപയോഗിച്ച് കണക്ട് ചെയ്തിട്ടുമുണ്ട്. ഇപ്പോൾ വെള്ളത്തെ ലെവലിന് മാറ്റമൊന്നും വരുത്താതെ തന്നെ ഒരു ബീക്കറിൽ നിന്ന് മറ്റൊരു ബീക്കറിലേക്ക് വെള്ളം ഒഴുകുവാനുള്ള സാധ്യത എന്താണ്? അതിനായി എന്തു ചെയ്യാനാവും? ഒന്ന് ചിന്തിച്ചു നോക്കൂ. തീർച്ചയായും ഒന്നാമത്തെ ബീക്കറിൻ്റെ ഹൈറ്റ് അഥവാ ഉയരം കൂട്ടുക. അപ്പോൾ ഒന്നാമത്തെ ബീക്കറിൽ നിന്ന് രണ്ടാമത്തെ ബീക്കറിലേക്ക് വെള്ളം ഒഴുകുക തന്നെ ചെയ്യും. ഇവിടെ ഹൈറ്റ് ഡിഫറൻസ് അല്ലെങ്കിൽ ഉയരത്തിൻ്റെ വ്യത്യാസമാണ് വെള്ളം ഒരു ബീക്കറിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഒഴുകുവാൻ കാരണം. ഇതേ പ്രകാരം ഇലക്ട്രിക് സർക്യൂട്ടിൻ്റെ ഫംഗ്ഷൻ നോക്കിയാലോ? ഒരു സാധാരണ ഇരുമ്പ് കമ്പിയിലൂടെ വൈദ്യുതി കടന്നു പോകുകയില്ല. ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ അവിടെ ഒരു ട്രിഗറിംഗ് ഫാക്ടർ ഉണ്ടായിരിക്കണം. നമുക്ക് മറ്റൊരു സാഹചര്യം കൂടി പരിശോധിച്ചാലോ? ഒരാൾ ഒരു പന്തുമായി ഒരു ഹില്ലിൻ്റെ മുകളിലായി നിൽക്കുന്നു. അവിടെയുള്ളപ്പോൾ അയാളുടെ കയ്യിലുള്ള പന്തിന് പൊട്ടൻഷ്യൽ എനർജി അനുഭവപ്പെടുന്നുമുണ്ട്. അത് താഴേക്ക് ഉരുട്ടിവിടുകയാണെങ്കിൽ അവിടെ കൈനറ്റിക് എനർജി ഡെവലപ്പ് ചെയ്യുകയും പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് കുറഞ്ഞു വരികയും ചെയ്യുന്നു. നിലത്ത് അത് വീണ് കഴിയുമ്പോൾ, അതായത് അത് നിശ്ചലമാവുമ്പോൾ കൈനറ്റിക് എനർജി 0 ആവുകയും പൊട്ടൻഷ്യൽ എനർജിയും 0 ആവുകയും ചെയ്യുന്നു. ഈ പൊട്ടൻഷ്യൽ എനർജികളുടെ വ്യത്യാസത്തെയാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് നമുക്ക് വിളിക്കാൻ സാധിക്കുന്നത്. കളിലും ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് ഇലക്ട്രിക് കറണ്ട് ആ സർക്യൂട്ടിൽ കൂടെ ഫ്ലോ ചെയ്യുന്നത്. ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണ് അതിൻ്റെ ഡെഫിനേഷൻ എന്ന് നമുക്ക് നോക്കിയാലോ? ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ് ഇൻ എ സർക്യൂട്ട് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് വർക്ക് ഡൺ ഇൻ മൂവിങ് എ യൂണിറ്റ് ചാർജ് ബിറ്റ്വീൻ ദീസ് 2 പോയിൻറ്റ്സ്. ഒരു യൂണിറ്റ് എമൗണ്ട് ഓഫ് ചാർജിനെ സർക്യൂട്ടിൻ്റെ ഒരു പോയിൻറ്റിൽ നിന്ന് മറ്റൊരു പോയിൻറ്റിലേക്ക് മൂവ് ചെയ്യിക്കുവാനായി ആവശ്യമുള്ള എമൗണ്ട് ഓഫ് വർക്കിനെയാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ ഇക്വേഷൻ ഒന്ന് നോക്കിയാലോ? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ബൈ ചാർജ്. പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വോൾട്ട് ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ നമുക്ക് വോൾട്ടേജ് എന്നും വിളിക്കാവുന്നതാണ്. അലസാൻഡ്രോ വോൾട്ടയാണ് ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം ഒരു ഇറ്റാലിയൻ ഫിസിസിസ്റ്റും കൂടിയാണ്. ഇത് വോൾട്ട് മീറ്റർ എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻ്റ് യൂസ് ചെയ്തുകൊണ്ടാണ് കണ്ടുപിടിക്കുന്നത്. വോൾട്ട് മീറ്റർ സെല്ലിന് പാരലായി കണക്ട് ചെയ്തുകൊണ്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമുക്ക് ഈസിയായി മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.